കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന് ഒരാഴ്ച അവധി. തലപ്പുഴയിലെ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് അവധി നൽകിയത്. വിദ്യാർത്ഥികളോട് വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി. കോളേജ് ക്യാമ്പസിനുള്ളിൽ 3 ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനം. വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, വിശദാംശങ്ങൾ. തന്നെ ദൃശ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കോളേജിന് അടക്കം അവധി നൽകുന്നത്. നേരത്തെ തന്നെ വരുമുഖപ്പ് അവിടെ ക്യാമറ അടക്കം സ്ഥാപിച്ചിരുന്നു. അതിൽ ക്യാമറയിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചില്ല. തുടർന്ന് അതിന് സമീപത്തായുള്ള പാൽ സൊസൈറ്റിയിലെ CCTVയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 കടുവയുടെ ദൃശ്യം കണ്ടത്. തുടർന്ന് വനംവകുപ്പ് കൂടടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ CCFന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. തുടർന്നാണ് ഇന്നൊരു സർവകക്ഷി യോഗം നടന്നത്. അതിലാണ് സുപ്രധാന തീരുമാനങ്ങൾ. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജും ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാം സ്ഥിതി ചെയ്യുന്നതാണ്. ഈ വയനാട് മാനന്തവാടി കണ്ണൂർ ദേശീയപാതയിൽ കൂടിയാണ് കടുവയെ കണ്ടത്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖല ഏറെ ഉള്ളതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളോട് നാട്ടിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ച കോളേജ് അടച്ചിടും. ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളോടെല്ലാം വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളോടും സമാനമായ രീതിയിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കടുവയുടെ ഈ സാന്നിധ്യം ഈ ജനവാസ മേഖലയിൽ തന്നെ സ്വീകരിച്ചതിനെ തുടർന്നാണ് സുപ്രധാനമായ ഒരു തീരുമാനം തന്നെ കോളേജ് അടച്ചിടുന്നതിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ തലപ്പുഴയിൽ കടുവയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പും ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും CCFന് അനുമതി ലഭിക്കാത്തതിനാൽ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടില്ല. അരുണേ, അതാണ് തലപ്പുഴയിലെ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് എഞ്ചിനീയറിംഗ് കോളേജിന് ഒരാഴ്ചത്തേക്ക് അവധി നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.